നല്ല സന്തോഷമായി ഇത് കണ്ടപ്പോൾ. പുറം ഭാഗം ക്രിസ്പി, ഉള്ളിൽ സോഫ്റ്റ്. അതിങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോണ്ടല്ലോ കിഡു എന്ന് പറഞ്ഞാൽ കിഡു ടേസ്റ്റ്. ഹലോ, ഹായ്, ഞാൻ ഷമീം. ഇപ്പം റംദാനിൻ്റെ സ്നാക്സ് എന്നുള്ള നിലക്ക് പുതിയൊരു സ്നാക്സ്, പുതിയൊരു വെറൈറ്റി ആണ് ചെയ്യുന്നത്. ഇത് നല്ല രസമുള്ളൊരു സ്നാക്കാണ്. അതിനെ കുറേ വേർഷനാക്കിയിട്ട് നമുക്ക് ചെയ്യാം, ഒരുപാട് വേർഷനാക്കി ചെയ്യാം. ഞാൻ അതിൻ്റെ ബേസിക് സാധനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബേസിക് നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ, അതിന്ന് നമുക്ക് പിന്നെ ഇങ്ങനെ മാറാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ കുക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ മിക്സി എടുക്കുന്ന അതേ സമയത്ത് നമുക്കിവിടെ ഓവൻ ഉണ്ട്. ഓവൻ എന്ത് ചെയ്യുക, പിന്നെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 200 ഡിഗ്രിയാണ്. 200 ഡിഗ്രിയിൽ നമ്മൾ ടോട്ടൽ കുക്കിംഗ് ടൈം വരുന്നത് 25 മിനിറ്റാണ്. അപ്പോൾ ആ 25 മിനിറ്റ് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റോളം നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ 200 മിനിറ്റ്, ഞാൻ ഏകദേശം ഒരു 33 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ 8 മിനിറ്റോളം പ്രീഹീറ്റ്, അപ്പോൾ ബാക്കി 25 മിനിറ്റ് കുക്കിംഗ് ടൈം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പോവാം, കുക്കിങ്ങിലേക്ക് പോകാൻ 3 മുട്ടയാണ് കേട്ടോ. മൂന്ന് മുട്ടയിൽ നമ്മളിടുന്നത് പിന്നെ 2 ഫ്ലോറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ടാപ്പിയോക്ക ഫ്ലോർ, നമ്മളെ കപ്പയുടെ പൗഡർ എന്നുവെച്ചാൽ കിട്ടാറുണ്ട് സാധാരണ, നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്താൽ ഏറ്റവും പെർഫെക്റ്റ്. അതില്ലെങ്കിൽ പിന്നെ പിസയുടെ ഡോ എന്നുവെച്ചാൽ പിസയുടെ ഡോ എന്ന് പറയുന്ന അതിൻ്റെ മൈദ കിട്ടാറുണ്ട്. നോർമൽ മൈദയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ടാപ്പിയോക്ക ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കപ്പാണ് ടാപ്പിയോക്ക ഫ്ലോർ ആണെങ്കിൽ. മറ്റേ മൈദ ഓൾ ഫ്ലോർ അല്ലെങ്കിൽ പിസയുടെ ഡോ ഒക്കെ ആണെങ്കിൽ 2 കപ്പ് എടുത്താൽ മതി 3 മുട്ടക്ക് കേട്ടോ. അത് ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുത്തതായിരിക്കണേ. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാല് കേട്ടോ, പശുവും പാല്. പിന്നെ ഒരു പൊടിക്ക് സാൾട്ട്. ഇത് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പിന്നെ ഡോ റെഡി ആയിട്ടുണ്ട്. ഡോ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണേ. അപ്പോൾ ബൗള് എടുക്കാം. ഇതാ ബൗളിലേക്ക് നമുക്ക് ഇടാം. ഇതാ കണ്ടില്ലേ. ഇനി ഇതിൽ കയറാനുള്ളത് ഇതാ 1.5 കപ്പോളം മൊസറല്ല ചീസ് ഉണ്ട്. അത് എന്തായാലും നിർബന്ധമായിട്ട് വേണം കേട്ടോ. ഇത് ഷ്രെഡഡ് ആണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ആ ഷ്രെഡഡ് ചീസ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ റോസ്മേരി നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചാണ്, ഓപ്ഷനിലാണ്. അത് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ യൂസ് ചെയ്യുക. ഞാനിവിടെ ഫ്രഷ് ഉണ്ട്, ഫ്രഷ് തന്നെ ഇടുകയാണ് കേട്ടോ. നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ റോസ്മേരി അറിയാമല്ലോ, നല്ല ഫ്ലേവറുള്ളത്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ സ്മെല്ല്. അതുകൊണ്ടാണ് മിക്ക ഡിഷസിലും ഇത് കയറുന്നത്. പിന്നെ ഒരു പൊടിക്ക് ഒറിഗാനോ കയറണം, ഒരു പൊടിക്ക് പെപ്പർ കയറണം. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ പല രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ റെസിപ്പി, അപ്പോൾ ബേസിക് സംഭവങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് നിങ്ങൾക്കും മാറ്റാം എങ്ങനെയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രോൺസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് ഇതാ, ഞാൻ ഒറിഗാനോ കുറച്ചൊന്ന് കൊടുക്കുകയാണ്. ഒറിഗാനോ കൊടുത്ത്, അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പറും ഇതെങ്ങനെ ഒരു പിഞ്ച് കേട്ടോ, അധികമില്ല, അതും കൊടുത്ത് ഇനി ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഫോൾഡിങ്ങിലൂടെ മിക്സ് ചെയ്യുന്നത്. ഈ മൈദൻ്റെ കൂടെ പൊതുവേ ഈ റോസ്മേരി ഇങ്ങനത്തെയുള്ള ഹെർബ്സുകൾ പൊതുവേ നല്ല ഒരു ഗുണം അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ തരുന്ന ഒരു സാധനമാണ്. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓവൻ അവിടെ ഓൾമോസ്റ്റ് പ്രീ ഹീറ്റിലുള്ള നമുക്കിതിന് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ ട്രേ കാണിച്ചു തരാം. ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഇതാ നമ്മൾ ഈ ട്രേ ആണ്. ഇതിന് ബട്ടർ ചെയ്യാം നമുക്ക് മൊത്തം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ബട്ടർ ചെയ്യുകയാണേ. നോൺ സ്റ്റിക്കിൻ്റെ ആണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സാധാ നമ്മുടെ ഈ കപ്പുകളില്ലേ, കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് ആക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബട്ടർ ചെയ്യാം. ഇതാ ഇത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഇതാ കണ്ടില്ലേ. കറക്റ്റ് ആ ലെവലിലേക്ക് ചെയ്യുക. ഓവർ മുകളിലേക്ക് പൊന്തണ്ട. ഇതെന്തായാലും പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ മുട്ടാൻ ചാൻസസ് ഉണ്ട്. ഇനി ഇതന്നെ ഞാൻ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ചെയ്യല്ലേ, അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ചിക്കൻ്റെ മസാലയൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണാൻ തന്നെ നല്ലുണ്ട് കേട്ടോ. ഈ ഡോൻ്റെ
ആ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അളവ് പക്ക അതുപോലെ തന്നെ ചെയ്തോ. ഞാനിപ്പോൾ എടുത്തത് ടാപ്പിയോക്ക ഫ്ലേവർ അല്ല, ടാപ്പിയോക്ക ഫ്ലോർ അല്ല, പിന്നെ നമ്മളെ നോർമൽ പിസ്സ മൈദയില്ലേ അത് തന്നെയാണ്. പിസ്സ ഡോ ഉണ്ട്, നോർമൽ ഡോ ഉണ്ട്, എന്നുവെച്ചാൽ നോർമൽ ഫ്ലോറും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ പെർഫെക്ഷൻ കണ്ടിട്ട് നല്ല ഉണ്ട്. ഇതുപോലെ കുക്ക് ചെയ്ത് വന്ന് കിട്ടിയാൽ മതി. പൊതുവേ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കുക്കിംഗ് പോലെ അല്ലല്ലോ, ബേക്കിംഗ് സയൻസ് അല്ലേ. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഓവൻ ഓഫ് ആവുമോ. മറ്റേത് നമ്മുടെ കയ്യിലാണല്ലോ കുക്കിങ്, ബേക്കിംഗ് നമ്മളെ കയ്യിലല്ലല്ലോ, അവിടെ അല്ലേ. അപ്പോൾ അതേപോലെ കറക്റ്റ് വരുമോ, ലാസ്റ്റ് ഔട്ട് കറക്റ്റ് ആവോ, കറണ്ട് പോവോ, ഒക്കെ പേടിയാണ് നമുക്ക് കുക്ക് ചെയ്യാം. ഇട്ട കവ അപ്പോൾ ഓക്കെ, ബാക്കിയുള്ളതും കൂടെ ഉണ്ട്. പിന്നെ നമുക്കത് ചെയ്യാം, അടുത്തത് ചെയ്യാം. ഈ ബാച്ച് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് 1 മിനിറ്റുള്ള സമയത്ത് നമ്മളിത് ഓവൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ മുകളിലേക്ക് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്യുക, കളറിങ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ ഡിഷ് റെഡി. നല്ല സന്തോഷമായി ഇത് കണ്ടപ്പോൾ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫിനിഷ് ഉണ്ടല്ലോ. ഞാൻ എന്തായാലും ഇതിനകത്ത് ഒരെണ്ണം എടുക്കാം. ഇതാ ആ നല്ല ഓറഞ്ചിഷ് കളർ കണ്ടില്ലേ, മൊസറല്ലയാണ്. പൊട്ടിക്കുന്നുണ്ടേ. ഓ, പുറം ഭാഗം ക്രിസ്പി, ഉള്ളിൽ സോഫ്റ്റ്. അതിങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോണ്ടല്ലോ കിഡു എന്ന് പറഞ്ഞാൽ കിഡു ടേസ്റ്റ്. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ റോസ്മേരിൻ്റെ ഫ്ലേവറാന്ന് വന്നത്. ഓ, പിന്നെ പറയാനുള്ളത് ഉപ്പൊക്കെ പാകത്തിനാണ്, കിടിലൻ ടേസ്റ്റ്. ഇതിൽ ബട്ടർ നിങ്ങൾ ലാസ്റ്റ് ബ്രഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, ജസ്റ്റ് കളറിങ്ങിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, കിടിലൻ സ്പാർക്കാണ്. അതേപോലെ അടുത്ത എപ്പിസോഡ് എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ അടുത്ത റെസിപ്പി ചെയ്യാൻ പോകുന്ന, ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ചെയ്യാം. മിസ്സാക്കണ്ട. ഇതേ റെസിപ്പിയിൽ അതിൻ്റെ ഫില്ലിങ്ങോട് കൂടി വരുമ്പോൾ എങ്ങനെ, എന്ത് ഫില്ലിങ് ആയിരിക്കണം, എങ്ങനത്തെ ഫില്ലിങ് ആയിരിക്കണം, എങ്ങനത്തെ കട്ടിങ് ആയിരിക്കണം, അതൊക്കെ കാണിച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി അത് ചെയ്യാൻ. കാരണം ഇത് അത്രയും ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളി സാധനമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മിസ്സാക്കണ്ട, എല്ലാവരും വെയിറ്റ് ആൻഡ് സീ അടുത്ത എപ്പിസോഡ് വരെ. Bye bye.